കാണാത്ത ഷെയ്നാണ്. പണ്ടത്തെ ഒരു മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഷെയ്നാണ്. ഷെയ്ൻ ബാബുരാജേട്ടൻ കോംബോ ഭയങ്കര രസമായിട്ടുണ്ട്. അതൊരു ഫ്രഷ് ടേക്കാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് എനിക്ക് തോന്നി, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ബാബുരാജേട്ടൻ തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഫുള്ളി ഫണ്ണിയാണ്, അടിപൊളി ഫുള്ളി എൻ്റർടൈനർ. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ഡയലോഗിനും ചിരിയാണ്. അത് വളരെ നല്ലൊരു ഇതിനു മുമ്പ് സോൾട്ട് ആൻഡ് പേപ്പറിലാണ് അങ്ങനെ കേട്ടിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ ചേട്ടൻ്റെ ഏറ്റവും ഭയങ്കര മെച്ചുവർ ഒരു പെർഫോമൻസ് ആണെന്ന് തോന്നി. എനിക്ക് സോഫാർ ഏറ്റവും കിടിലൻ പെർഫോമൻസ് ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്, നല്ല ഒരു പ്രോപ്പർ എൻ്റർടൈനറാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളി, എല്ലാവരും മേരെ ചിരിയൊക്കെ ആയിരുന്നു. അടിപൊളി പടമാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്, എല്ലാവർക്കും പറ്റിയ ഫാമിലി ആയിട്ട് വരാം. എല്ലാവരുടെയും കൊള്ളാം, കുഴപ്പമില്ല, ആവറേജ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് എനിക്ക് തോന്നി, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായതിൻ്റെ എല്ലാം സെക്കൻഡ് ഹാഫിൽ കയറി വന്നു. ബാബുരാജ് സാറ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മൂവിയിൽ ഇങ്ങനെ ഒരു കോംബോയിൽ വരുന്നത്. അപ്പോൾ അത് കിടുവായിരുന്നു, നല്ല കോമഡീസും നല്ല അടിപൊളിയായിരുന്നു. അത് ശരിയാണ്, അതും അടിപൊളിയായിരുന്നു. മറ്റേ മഹിമ മാമിൻ്റെ കൂടെയുള്ള അഭിനയം കിടുവായിരുന്നു, നല്ല കോംബോയാണ്. സൂപ്പറായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഷൈൻ്റെ ക്യാരക്ടർ ഇഷ്ടമായി, ഷൈൻ ടോം ചാക്കോൻ്റെ. ബാക്കി എല്ലാവരും ഇഷ്ടമായി. ബാബുരാജേട്ടനൊക്കെ പിന്നെ നേരത്തെ അറിയാമല്ലോ. ഷൈൻ്റെ ഞാൻ ഷൂട്ടിൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്കത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അപ്പം എനിക്കത് നല്ല ഇഷ്ടമായി. പിന്നെ ഷെയ്ൻ വളരെ ഡിഫറെൻ്റ് ആയിട്ട് കാണുമല്ലേ നമ്മളിതിൽ. ഷെയ്നെ ഇങ്ങനൊരു അല്ലേ, അപ്പം അത് കൊച്ചി സ്ലാങ്ങിന് മാത്രമല്ല, പുള്ളീനെ ഇങ്ങനൊരു ജോണറിൽ, അപ്പം അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഷെയ്നൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ഷെയ്നാണ്. പണ്ടത്തെ ഒരു മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഷെയ്നാണ്. അങ്ങനത്തെ നമുക്കൊരു ആക്ടേഴ്സിനെ കണ്ടുകൊണ്ട് ഒരു സിനിമ ഇഷ്ടമാവാൻ ഇപ്പോൾ കുറേ നാളായിട്ടില്ല. സിനിമ അല്ലേ, ഇത് കുറച്ചും കൂടി ആക്ടേഴ്സിനോട് ഇഷ്ടം തോന്നും നമുക്ക്. അതിൽ ഈ ക്യാരക്ടേഴ്സ് അവർ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോടും ഒരു സ്നേഹമൊക്കെ തോന്നുന്ന ഒരു സിനിമ. ബാബുരാജേട്ടൻ തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഫുള്ളി ഫണ്ണിയാണ്, അടിപൊളി ഫുള്ളി എൻ്റർടൈനർ. ആക്ഷൻ ഉണ്ട്, പക്ഷേ ആക്ച്വലി ഇതൊരു ഇമോഷണലി പിന്നെ ഇപ്പോൾ ഒരു സോഷ്യലൈസ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട് പടത്തിലൂടെ. ഷെയ്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര കോമിക്കലായിട്ടൊരു പരിപാടി, ഒരു നാട്ടുമ്പുറം ഇടുക്കി പരിപാടി പിടിച്ചത് ഇതിലാണ്. ഭയങ്കര രസമായിട്ട് ചെയ്തേക്കുന്നത്, ഭയങ്കര ഈസി ആയിട്ട് ഷെയ്നും ബാബുരാജേട്ടനും ചെയ്തേക്കുന്നത്. ആ കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കാവും. ഇതിൽ ഏറ്റവും നല്ല കെമിസ്ട്രി അവർ രണ്ടുപേരാണെന്ന് തോന്നുന്നു. ഷൈൻ ടോം ചാക്കോ ചേട്ടൻ്റെ ഏറ്റവും ഭയങ്കര മെച്ചുവർ ഒരു പെർഫോമൻസ് ആണെന്ന് തോന്നി. എനിക്ക് സോഫാർ ഏറ്റവും കിടിലൻ പെർഫോമൻസ് ഇതാണെന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറ. യെസ് കംപ്ലീറ്റ് ഒരു ഭയങ്കര ഫൺ ഫ്ലിക്ക് പരിപാടിയാണ്. അങ്ങനെ വേറൊരു കുറച്ച് ഡ്രാമ ഉണ്ട്, എന്നാലും എൻ്റർടൈനറാണ് ഓവറോൾ. കുറച്ച് അങ്ങനെ അത്ര ആക്ഷൻ ഓറിയൻറ്റഡ് അല്ല, എൻ്റർടൈനറാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇല്ല, എല്ലാവരും അങ്ങനെ ഒരാളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ എനിക്ക് മാത്രമല്ല, ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ഡയലോഗിനും ചിരിയാണ്. അത് വളരെ നല്ലൊരു ഇതിനു മുമ്പ് സോൾട്ട് ആൻഡ് പേപ്പറിലാണ് അങ്ങനെ കേട്ടിരിക്കുന്നത്. വളരെ സന്തോഷം അത് കേൾക്കുന്നത്. ഒരു അച്ഛൻ മകൻ കോംബോ വർക്കൗട്ട് ആവാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷെയ്നികായിട്ട് ഇത്രയും നല്ല രീതിയിൽ ഭയങ്കര അച്ഛൻ മകൻ സ്നേഹം ഉണ്ടാകും. അല്ല, അതെന്ന് വെച്ചാൽ ഷെയ്ൻ എൻ്റെ സുഹൃത്ത് അബിയുടെ മകനാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള അങ്ങനെ ഒരു, ഞാൻ അവനെ കൊച്ചുനാളം പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സെറ്റായി. അതെല്ലാം ഓരോ പടത്തിനും ഓരോ ജാതകം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ സെറ്റായി. വളരെ സന്തോഷം. ഓരോ ഡയലോഗിനും ചിരി കിട്ടുന്നത് വളരെ സന്തോഷം. ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ളത് കൊണ്ട് ഫാമിലി ഓഡിയൻസിനെ എങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കോമഡി ഉണ്ട് സിനിമയിൽ, റൊമാൻസ് ഉണ്ട്, ഇമോഷണൽ സീക്വൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫുൾ പാക്കേജ് ആയിരിക്കും സിനിമ കാണുന്ന ഓഡിയൻസിന് എന്നുള്ളത്. ഇനി പ്രേക്ഷകർ കണ്ട് പറയട്ടെ, പബ്ലിക് ഒപ്പീനിയൻ അറിയിക്കട്ടെ. പടം ഞാൻ ഒരുപാട് കണ്ടതാണ്, നിങ്ങളാണ് പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് തവണ പടം കണ്ടേക്കുന്നതുകൊണ്ട് ചില നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സീനുകളും ഹ്യൂമറൊക്കെ ഉണ്ടായിരുന്നു. അതിന് പുറത്ത് ചില റിയാക്ഷൻസിനൊക്കെ ആൾക്കാർ നല്ലപോലെ ചിരിക്കുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ പിള്ളേരും ഫാമിലിയായിട്ട് ഒരുമിച്ച് വന്നിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഒരു നീറ്റായിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും സിനിമ.